വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്നത് മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുകയും മരുഭൂമിയിൽ അത്ഭുതകരമായി വഴി നടത്തുകയും പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുകയും ആകാശത്ത് നിന്ന് മന്ന വർഷിപ്പിച്ച് പോഷിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തെപ്പോലെ വേറൊരു ദൈവമുണ്ടോ? നമ്മുടെ ദൈവത്തെപ്പോലെ വലിയ ദൈവം ആരുള്ളൂ? ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നാം മറ്റുള്ളവരെക്കാൾ യോഗ്യതയുള്ളവരായതുകൊണ്ടല്ല, പിന്നെയോ അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ എല്ലാ അയോഗ്യതകളെയും മറന്നുകൊണ്ട് തൻ്റെ മക്കളായി അവൻ നമ്മെ തിരഞ്ഞെടുത്തു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് ഫലകരമായി തീരണമെങ്കിൽ നാം പാലിക്കേണ്ടുന്ന ചില വ്യവസ്ഥകൾ കൂടിയുണ്ട്. ഇതിന് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്നതാണ് ആ വ്യവസ്ഥ. മർക്കോസ് 12:30 നാം എല്ലാവരും ദൈവത്തെ സ്നേഹിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ താല്പര്യം. നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പ്രഥമവും പ്രധാനവുമായ സ്ഥാനം നൽകണം. കർത്താവ് പറഞ്ഞത്, എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നെക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവനും എനിക്ക് യോഗ്യനല്ല. ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ലൂക്കോസ് 14:26 കർത്താവ് ഇങ്ങനെ പറയുമ്പോൾ അപ്പനെയും അമ്മയെയും മക്കളെയും സ്നേഹിക്കരുത് എന്നാണോ പറഞ്ഞത്? അല്ല, അവരെ നാം സ്നേഹിക്കണം. എന്നാൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകി നാം ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെക്കാൾ ഉപരി മറ്റാരെയും മറ്റൊന്നിനെയും സ്നേഹിപ്പാൻ പാടില്ല. പത്രോസിൻ്റെ ജീവിതത്തിൽ തോൽവിയും നിരാശയും ഉണ്ടായതിൻ്റെ കാരണം ഇതുതന്നെയായിരുന്നു. കർത്താവിനെ പടയാളികൾ അറസ്റ്റ് ചെയ്ത ആ രാത്രിയിൽ തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. കർത്താവിനേക്കാൾ ഉപരി തൻ്റെ ജീവനെ പത്രോസ് സ്നേഹിച്ചതുകൊണ്ടായിരിക്കാം ഇങ്ങനെ തള്ളിപ്പറഞ്ഞത്. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തിബരിയാസ് കടക്കയിൽ വെച്ച് ശിമോൻ പത്രോസിനോട്, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചത്. യോഹന്നാൻ 21:15. പത്രോസ് യേശുക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നു, എന്നാൽ അവൻ്റെ സ്നേഹം അപൂർണമായിരുന്നു. അതായത് എല്ലാറ്റിലും അധികമായി അവൻ യേശുവിനെ സ്നേഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചോദിച്ചത്. യേശുക്രിസ്തുവിനേക്കാൾ അധികം സ്നേഹിക്കുന്നതായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ക്രിസ്തുവിനേക്കാൾ ഉപരിയായി നമ്മളുടെ കുടുംബത്തെയും നമ്മളുടെ ജോലിയെയും നമ്മളുടെ കൂട്ടായ്മയിൽ ഉൾപ്പെട്ടവരെയും നാം സ്നേഹിച്ചിട്ടില്ലേ? ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന അതിപ്രധാനമായ കാര്യം ഇത് തന്നെയാണ്. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവ സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളെയും നീ നനയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടിട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ ഓർത്തുകൊള്ളുക. ആവർത്തനം 6:10-12 പലപ്പോഴും നാം നമ്മളുടെ സമൃദ്ധിയുടെ മുൻപിൽ ദൈവത്തെ മറന്നുപോയിട്ടില്ലേ? ദൈവം ഏത് സാഹചര്യത്തിൽ നിന്ന് നമ്മെ കൊണ്ടുവന്നത്, നാം അർഹിക്കാത്തതും നാം ചോദിക്കാത്തതുമായ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയത്, ഇതൊക്കെ നമ്മൾ മറന്നുപോയിട്ടില്ലേ? പലപ്പോഴും ജീവിത പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ വിട്ട്
മറ്റ് വഴികൾ തേടിപ്പോകുന്നുവെങ്കിൽ അതിന് കാരണം ദൈവം നടത്തിയ വഴികളെയും ദൈവം നൽകിയ നന്മകളെയും മറന്നുപോയത് കൊണ്ടാണ്. വളരെ പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഇയ്യോബ് ഇങ്ങനെയാണ് പറഞ്ഞത്: അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ലോകത്തോടും ലൗകികമായ കാര്യങ്ങളോടുമുള്ള അമിതമായ ബന്ധമാണ് അനേക വീരന്മാരെ വിശ്വാസ ജീവിതത്തിൽ തോൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാറ്റിനേക്കാളുപരിയായി നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. ജീവിതത്തിൽ പ്രഥമ സ്ഥാനം എപ്പോഴും ദൈവത്തിന് മാത്രമായിരിക്കട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ നിന്നെ സ്നേഹിപ്പാൻ എന്നെ ഒരുക്കണമേ. ആമേൻ.